ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ രഞ്ജൂസ് വ്ളോഗ്. ഇപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇന്നലെ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് വേറെ ഒന്നാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ നീച്ച് മുറ്റൊക്കെ അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എന്താ പറയുക, അടുക്കളയത്തെ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയിട്ടാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുറ്റത്താണെങ്കിൽ നിറച്ച് ചപ്പുണ്ടായിരുന്നു. നമ്മുടെ മഹാഗണിയുടെ ഇലയാണ് അധികം ഉണ്ടായിരുന്നത്. അപ്പം അതാണെങ്കിൽ അടിച്ചുവരിയൊക്കെ കിട്ടുക ചെയ്യില്ല. നിറയെ ഉണ്ട് പറഞ്ഞാൽ നിറയെ ഉണ്ടായിരുന്നു മുറ്റത്ത് കൂടെ. ഇപ്പം നമുക്ക് ഒന്നാമത് ഇപ്പോൾ കാറ്റും അല്ലേ. അപ്പോൾ 2 നേരം രാവിലെയും വൈകുന്നേരം മുറ്റടിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, 4 പുറവും ഉണ്ടായിരുന്നു. പിന്നെ കോഴികളും ഉണ്ട്. കോഴികൾ ചിനക്കിയിട്ടും അതൊക്കെ അടിച്ച് നേരെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നിന്നു കേട്ടോ രാവിലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉള്ളൊക്കെ അടിച്ചുവരി തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട്, പിന്നെയും വയ്യായ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അതാണ് അന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് പോയിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ മൂക്കിൽ മൂക്കടവ് ഉണ്ടാവുന്നുണ്ട്. മൂക്കിൽ മരുന്ന് ഒറ്റിക്കാണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനാണ് കേട്ടോ, 3 നേരമുണ്ട്. ഏട്ടനാണ് കേട്ടോ ഒറ്റിച്ച് തരാറിക്ക്. ഉച്ചയ്ക്ക് ഞാൻ ഒറ്റിക്കും, രാവിലെ വൈകുന്നേരം ഏട്ടൻ ഒറ്റിച്ച് തരും. ഏട്ടൻ വർക്കിന് പോകുന്നുണ്ട്, പണിക്ക് പോകുന്നുണ്ട്. രാവിലെ വൈകുന്നേരം ഏട്ടൻ ഒറ്റിച്ച് തരും, ഉച്ചയ്ക്ക് ഞാൻ ഒറ്റിക്കും കേട്ടോ. പിന്നെ കണ്ണിമാങ്ങ ഉണ്ടായിരുന്നു അറക്കാൻ. അപ്പോൾ വീട്ടിലേക്ക് കൊടുത്തയക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടൻ അറുത്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എടുത്തുള്ളത് കൊമ്പത്ത് ഒക്കെ പൊട്ടിക്കുക, മറ്റേത് മൂച്ചിമ കയറണം. അപ്പോൾ മൂച്ചിമത്തെ ഇന്നാൾ കയറിയിട്ട് മോനു കുറേ കറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെറസിൻ്റെ മുകളിലുള്ളതാണ് ഏട്ടന് പറത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മുഖത്ത് ചെറിയ രീതിയിലൊരു ഫേസ് മാസ്ക് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി ഉണ്ട് അവിടെ, ഏട്ടൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി 2-3-4 ദിവസമായി വന്നിട്ട്. അപ്പോൾ ചേച്ചിയുണ്ട്, ചേച്ചീനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്പാടിക്ക് ഉറക്കം വന്ന് കിണുങ്ങൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓന് തൂക്കിലാടണം എന്ന് പറഞ്ഞിട്ട് തൂക്കിലാട്ടുണ്ടോ. അപ്പോൾ എനിക്കും കയറി ആടാൻ ആഗ്രഹം. നാളെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് തൂക്ക് കെട്ടിയാന്ന് ഞാനും അമ്പാടിയും കൂടി ആടിയത്. അപ്പോൾ അതേപോലെ പിന്നെ ആടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കടക്കടക്കടാന്ന് ചുരുക്കിനുണ്ട് കേട്ടോ അമ്പാടി. അപ്പോൾ അങ്ങനെ തൂക്കിലൊക്കെ ആടൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അമ്പാടി ഉറങ്ങണതിൻ്റെ മുന്നേ തന്നെ ഏട്ടനേത് കൊടുത്തിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചോറും മോരുകറിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, പപ്പടം ഞാൻ അധികം അങ്ങനെ കഴിക്കില്ല. ഇത് നമ്മുടെ ഋതുട്ടെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ, ഏട്ടൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ്. ആൾ പോക്കിരിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാനും ഏട്ടനും കുട്ടിയും കൂടി ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ, ടൗണിലേക്ക് പോകാൻ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്പാടിനോട് ഇങ്ങനെ പറയണം, അമ്പാടി ഹായ് പറ എന്ന് പറയുന്നു കേട്ടോ വീഡിയോ നോക്കിയിട്ട്. അപ്പോൾ അതാണ് കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 2-3 ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പാടിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഏട്ടൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മീനുണ്ടായിരുന്നു വറക്കാൻ. അപ്പോൾ മീൻ വറുത്തു. അത് കഴിഞ്ഞിട്ട് മാങ്ങ അറുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് വീട്ടിലേക്ക് ഉപ്പിലിട്ട് വെക്കാനാണ് കേട്ടോ. അമ്മയ്ക്കൊന്നും ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി ഇല്ല ഒന്നാമത് വീട്ടിൽ. അപ്പോൾ അമ്മയ്ക്ക് പണിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാൻ നിന്നാലും അപ്പോഴേക്കും മാങ്ങ കേടുവരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ ഉപ്പിലിട്ട് വെക്കാം എന്ന് പറഞ്ഞിട്ട് ഉപ്പിലിട്ട് വയ്ക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉപ്പിലിടാൻ ഞാൻ അത്ര എക്സ്പേർട്ടല്ല. ഞാൻ അതുവരെ ഉപ്പിലിട്ടിട്ടില്ല. മാങ്ങയായാലും എന്തായാലും ഞാൻ അതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മയാണ് കേട്ടോ ചെയ്ത് തരുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ കുപ്പിയൊക്കെ നേരെ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഉപ്പിലിട്ട് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് അതിൻ്റെ മുകളിൽ ചൂടുവെള്ളം ഒഴിക്കണതൊക്കെ. പക്ഷെ ഇവിടെ വെറും കല്ലുപ്പ് മാത്രം ഇട്ടിട്ടാണ് ഉപ്പിലിട്ട് വയ്ക്കാറ്. ഞാൻ ചോദിച്ചപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു, ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ, ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇരിക്കുന്നതാണ് കേട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രിക്കത്തെ ഫുഡും കഴിച്ചിട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ എടുക്കാനായിട്ടോ.